തീർത്ഥാടക ലക്ഷം അറഫയിൽ സംഗമിച്ച ഇന്ന് ഹജ്ജിന്റെ പുണ്യം നുകർന്നു. ഉച്ചയോടെയാണ് അറഫാത്ത് സംഗമം നടന്നത്. അറഫ പ്രഭാഷണത്തിന് ഹറം ഇമാമും ഖതീബുമായ ഷൈഖ് ഡോക്ടർ സ്വാലിഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദ് നേതൃത്വം നിർവഹിച്ചു. ഹജ്ജിന്റെ പരമപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്ത് ഹാജിമാർ ഇന്ന് ഹജ്ജിന്റെ പുണ്യം നേടി. പകലിന്റെ കടുത്ത ചൂട് ഒഴിവാക്കാനായി പ്രഭാതത്തിൽ തന്നെ അറഫയിലേക്ക് ഹാജിമാർ എത്തി തുടങ്ങിയിരുന്നു. അറഫയിൽ തങ്ങളുടെ തമ്പുകളിലും ജബലുർ റഹ്മ പർവ്വതത്തിനടുത്തും നമറ പള്ളിയിലുമായി ഹാജിമാർ വിശ്രമിച്ച് പ്രാർത്ഥന നടത്തി. ഉച്ചയ്ക്ക് പ്രാർത്ഥനാ സമയം അറിയിച്ചുകൊണ്ടുള്ള ബാങ്ക് വിളി ഉയർന്നതോടെ നമറ പള്ളിയിൽ വാർഷിക പ്രഭാഷണം ആരംഭിച്ചു. ഹറം ഇമാമും ഖതീബുമായ ഷെയ്ഖ് ഡോക്ടർ സ്വാലിഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദ് പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം വഹിച്ചു. നമസ്കാരങ്ങൾ ചുരുക്കി ഒന്നിച്ച് നിസ്കരിച്ചു. സൂര്യാസ്തമയം വരെ അറഫയിൽ പ്രാർത്ഥനയിൽ മുഴുകി മുസ്ദലിഫയിലേക്ക് പുറപ്പെട്ടു. മുസ്ദലിഫയിലെത്തിയ ഹാജിമാർ ഇപ്പോൾ വിശ്രമത്തിലാണ്. വെള്ളിയാഴ്ച മുതൽ തുടങ്ങുന്ന പിശാചിന്റെ പ്രതീകത്തിന് നേരെയുള്ള കല്ലേറ് കർമ്മത്തിനായുള്ള അടുത്ത 3 ദിവസത്തേക്കുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്നും ഹാജിമാർ ഇന്ന് രാത്രി ശേഖരിക്കും. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, മക്ക.